മണ്ടു 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 അതെ, നല്ല ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് ഒരു കട്ടൻ ചായ എടുത്തു. ഭയങ്കര തലവേദന മാറാനേ കട്ടൻ ചായ കുടിച്ചിട്ട് ഒരു കാര്യമില്ല. ആദ്യം നിങ്ങൾ ഈ കുടി നിർത്തും. നീ ഒരു കട്ടൻ ചായ കൂടെ എടുക്കുവോ? ഒരു കാര്യം ചെയ്, ഇവിടെയൊക്കെ അടിച്ചു വാരി. അപ്പൊ പിന്നെ ഞാൻ അവിടെ കട്ടൻ ചായ ഇട്ടോണ്ട് നിന്നാ മതിയല്ലോ. ഇതുപോലെ പറഞ്ഞാൽ കേൾക്കാത്ത പെണ്ണുങ്ങൾ കുടുംബത്തിലുണ്ടെങ്കിൽ ആരടി കുടിക്കാത്തത്? ഒക്കെ കുടിക്കും. ഈ കാലം കൊണ്ട് മാറ്റി അങ്ങോട്ട് ഇവിടെ കൽപ്പിച്ചാണല്ലോ. ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ വന്നിട്ട് നീ അടിച്ചു വരാൻ നിൽക്കണതിനാണ്. വേറെ എല്ലാം കഴിഞ്ഞോ? അല്ല, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം മാത്രം അങ്ങോട്ട് ഒഴിച്ചിടാം. എല്ലാം നിങ്ങളുടെ സൗകര്യത്തിന് വേണം ഇവിടെ. ബാക്കിയുള്ള പണിയെടുക്കണമെന്ന് ഇവിടെ ആർക്കും കാണണ്ട. ആ കാലം അങ്ങോട്ട് മാറ്റി. ഒരു കഷ്ടപ്പാടാണ് ദൈവമേ ഇത്. ഇന്ന് പണിക്കൊന്നും പോണില്ലായിരിക്കും. ഇന്ന് പഠിക്കൊന്നും പോണില്ല. എല്ലാരും കോഴിക്കോട് ഉണ്ടാക്കാനാ പറയുന്നത്. ആ, നിങ്ങൾക്ക് അതല്ലേ ഉണ്ടാക്കാൻ അറിയാവുള്ളൂ. അല്ലാതെ മാളിക പണിയുടെ പെരുന്തച്ചനൊന്നും അല്ലല്ലോ. അങ്ങനെ പണി പഠിക്കാൻ പോയപ്പോഴത്തേക്കും കുടിച്ചോണ്ട് നടന്നു. പിന്നെ പറഞ്ഞിട്ടെന്താ കാര്യം? ഇതൊക്കെ എന്റെ തലയിൽ തന്നെ വന്ന് വീണല്ലോ ദൈവം. നിന്റെ വായിലുനാവ് കുറച്ച് കൂടുന്നുണ്ട് കേട്ടാ. വായില് നാവിനാണ് കുഴപ്പം. അങ്ങോട്ട് മാറിക്കാൻ അങ്ങോട്ട്. ഇത് എന്തൊന്നും കാണിച്ചിട്ടേക്കണേ. ഇന്നലെ ഇവിടെ എന്തൊക്കെയാ കാണിച്ചെന്ന് വല്ല ഓർമ്മയുണ്ടോ? എടീ, ചില കുടുംബങ്ങളിൽ ഭാര്യമാര് കിടന്നിട്ട് ഇങ്ങനെ നട്ടം തിരിയാനില്ല ഭർത്താക്കന്മാര് കാരണം. നിനക്ക് ആ കുഴപ്പമൊന്നുമില്ലല്ലോ. നിങ്ങൾ ഇപ്പൊ പറഞ്ഞ കുടുംബങ്ങളില്ലേ, അതിൽ ഒന്നാമത് നിൽക്കുന്ന കുടുംബമാണ് ഇത്. സുപ്രീം കോടതി വിധി എതിരായതോടെ പാതയോരത്തുള്ള 164 മദ്യവിൽപ്പനശാലകൾ നാളെ മുതൽ അടഞ്ഞുകിടക്കും. 44 മാത്രമേ തുറന്നു പ്രവർത്തിക്കൂ. അടച്ചിടുന്നവ ഫലം കിട്ടുന്ന മുറയ്ക്ക് മാറ്റി സ്ഥാപിക്കാനാണ് തീരുമാനം. ആരടി പറഞ്ഞ് പൂട്ടിന്ന്? ഒന്നും പൂട്ടിയിട്ടില്ല. ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് മാറ്റും, അത്രേ ഉള്ളൂ. ആ, നമ്മുടെ ഹൈവേയുടെ ഭാഗത്തൊരു ബിവറേജ് ഉണ്ടായിരുന്നില്ലേ, അതിപ്പോ നമ്മുടെ വീടിന്റെ അടുത്തേക്ക് വരാൻ പോവാ. നമ്മുടെ വീടിന്റെ അടുത്തേക്ക്. അയ്യോ, അതിലെന്തിനാണ് ഇതിന്റെ സമ്മതം? ഇത് സർക്കാർ സ്ഥാപനമാണ്. സർക്കാർ വിചാരിച്ച സ്ഥലത്ത് സ്ഥാപിക്കും. ഒരൊറ്റ പെണ്ണുങ്ങൾ സമ്മതിക്കില്ല. നിങ്ങൾ നോക്കിക്കോ. ഒരൊറ്റ പെണ്ണുങ്ങൾ സമ്മതിച്ചിട്ടില്ലെങ്കിൽ സ്ഥാപനം ഇവിടെ വരും. എന്നാലും നിങ്ങൾ കൂടി നിർത്താൻ തീരുമാനിച്ചിട്ടില്ല. എടി, എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമല്ലേ ഞാൻ ചെയ്യുന്നത്. അത് ചെയ്യണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേൾക്കില്ല. ഇപ്പൊ നിന്നോട് നിനക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ കേൾക്കൂ? നിന്നോട് ഈ ടിവിയിൽ കാണുന്ന സീരിയല് നീ കരഞ്ഞോണ്ടിരിക്കണില്ലേ? കണ്ണീരിങ്ങനെ വാർക്കാറില്ലേ? അത് നിർത്തുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ നിർത്തുവോ? അതിന് നിങ്ങൾ ഇതുവരെ നിർത്തുമെന്ന് പറഞ്ഞില്ലല്ലോ. പറഞ്ഞാ നിർത്തുവോ? ഇന്ന് മുതല് ഞാൻ സീരിയല് കാണില്ല. ഉറപ്പ്? ആ, ഉറപ്പ്. അപ്പൊ ഒരു നല്ല തീരുമാനം. അപ്പൊ ഇന്ന് മുതൽ സീരിയല് വേണ്ട. ഇല്ല. ഒരു കുടുംബത്തിൽ 2 ദുശീലം പാടില്ല. 1 മതി, കുടി മതി. നിങ്ങൾ കൂടി നിർത്താൻ തീരുമാനിച്ചിട്ടില്ലല്ലേ? ഇത്രയും നേരം പോത്തിന്റെ ചെവിയിലാണ് ഞാൻ വേദോതിയത്. ഞാൻ കുടിച്ചോണ്ട് നിനക്ക് എന്തെങ്കിലും ഇപ്പൊ ഒരു ദോഷം ഉണ്ടായത്? ഞാൻ ഈ കുടുംബം നോക്കുന്നില്ലേ? അത് മാത്രം മതിയോ? മനുഷ്യനൊരു സ്വസ്ഥത വേണ്ടേ? ആദ്യം ഭർത്താവിനനുസരിക്കുന്ന ഒരു ഭാര്യയാവാൻ പഠിക്കണി. ഭർത്താവ് ഒരു ഇത്തിരി കുടിക്കുമെങ്കിൽ ശരി, ഏട്ടൻ കുടിച്ചോട്ടെ, കുഴപ്പമില്ല. അങ്ങനെ വിചാരിച്ചെന്താ കുഴപ്പം? അങ്ങനെ വിചാരിച്ച ഈ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അത് ചെയ്യില്ലല്ലോ. അങ്ങനത്തെ ഒരു ഭാര്യയായിരുന്നു എന്റെ സങ്കല്പത്തില്. അതുണ്ടായില്ല, അത് പോയി. ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾ നന്നാവാതെ ഈ കുടുംബം നന്നാവൂല. അതൊന്ന് ആദ്യം മനസ്സിലാക്കുന്നത്. ഞാൻ ഇങ്ങനെ നന്നാവൂ? എന്നാ ഞാനും പറയണേ, എന്റെ ജീവൻ കളയണ വരെ ഞാൻ സമരം ചെയ്യും. ആ ബിവറേജ് ഇവിടെ വരാതിരിക്കാൻ വേണ്ടി. നീ സമരം ചെയ്യണ? ആ ബിവറേജ് ഇവിടെ വരുമോ വരില്ല ഞാനും നോക്കട്ടെ. ഞാനും നോക്കട്ടെ. ഞങ്ങൾ കുടിയന്മാരെല്ലാരും കൂടി ഒരുമിച്ച് നിന്ന് സമരം ചെയ്യും. അത് ഇവിടെ വരുമോ വരില്ല ഞാൻ കാണിച്ചു തരാം. വരാൻ പോണില്ല. ഓ, എനിക്ക് തലവേദന വരുത്തിട്ട് പോയി. നിങ്ങളുടെ തല പൊട്ടിത്തെറിക്കാൻ വേണ്ടത്. നന്നാവാത്ത എന്നെ പിന്നെ എനിക്ക് നന്നാക്കാൻ നിൽക്കേണ്ട കാര്യം. അടുത്തെനിക്ക് ജീവിതം എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോണ തന്നെ നല്ലത്. നശിച്ച ഒരു വീടും. നീ ഒറ്റ വ്യക്തിയാണ് ഇത്ര വൈപ്പിച്ചിനി. ഇത് ഇത്ര വൈകില്ലേ? ഇനി അവിടെ പാർട്ടി തുടങ്ങാനായിട്ട് സാധനം കൊണ്ട് കൊടുക്കണ്ടേ? എന്തെന്ന് പറയുന്നത് നോക്കി കാര്യമില്ല. കാരണം ഇത് വൈകുന്നേരം സമയം കൃത്യം കൊടുത്തിട്ടേ പിന്നെ പൈസ കിട്ടൂല. പൈസ കൊണ്ടിട്ട് വയ്യന്നെ നടക്കണം. പൈസ ഇല്ലാണ്ട്. ഹലോ 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 നമ്മളല്ല, നിങ്ങളെ തന്നെ ഇങ്ങോട്ട് വാ. എവിടെ പോണ? കല്യാണത്തിന്. ഒരാൾ വീട്ടിലേക്ക്, ഒരാൾ കല്യാണത്തിനോ? വീട് എവിടെ? എവിടെ?
രണ്ടായിരത്തി 2 വീടുണ്ടോ? ഇവിടെ തന്നെ. ഭാര്യ ഭർത്താവാണോ നിങ്ങള്? ആ ആണോ? അതെ. പിന്നെ ഈ വീട് ഇത്ര സംശയം എന്താ? ആ വഴിയും പോവാം ഈ വഴിയും പോവാം. ഇതെന്താ ഈ വണ്ടിയുടെ പുറകിൽ വെച്ചിട്ടുള്ള എന്താ? പെട്രോൾ. പെട്രോളും വെള്ളവും മിക്സ് ചെയ്ത് വെച്ചിരിക്കണം അല്ലേ? വെള്ളം. വെറുതെ വേഷം കെട്ട് കളിക്കാതെ മര്യാദക്ക് സാറേ ഞങ്ങൾക്ക് വീട്ടിലവിടെ വെള്ളമില്ല, അപ്പൊ വെള്ളം എടുക്കാൻ വേണ്ടി വന്നതാ ഇവിടെ. അതെ സാറേ. സാധനം നോക്കിയാ പരിചയ എന്താ സാധനം നോക്കിയാ? നീ കല്യാണത്തിന് വാ. നീ കല്യാണത്തിന് പോണോന്ന് പറഞ്ഞാൽ സാറേ അത് മറ്റേ പൂജക്ക് പൈരമൂത്രല്ലേ? പൈരമൂത്രം. മൂത്രം അത് എടുത്തോണ്ടത്. ചെപ്പങ്ങള് തിരിഞ്ഞു പോട്ടാ സാറേ. ഇത് മറ്റവനാണ് കൊട്ടോടി. എവിടെ കൊണ്ടുപോകണ നിങ്ങള്? ഈ കല്യാണ വീട്ടിൽ ഈ വക സാധനങ്ങൾ സപ്ലൈ അല്ലേ നിന്റെ പണി? അയ്യോ ഇല്ല അല്ലേ? ഒന്നുമില്ല സാറേ. ആരാലെന്താ നോക്ക് പരിചയം നോക്ക്. ഇല്ല സാറേ. സാർ അത് നോക്ക്. സാറേ ആണല്ലോ അല്ലെ? മറ്റേതാണ് കഞ്ചാവാൻ. പട്ടിയ ഈ വക സാധനങ്ങൾ സപ്ലൈ ഇല്ല സാറേ. നീ ഭാര്യ തന്നെ വേണി ആണോ? ഇതാണോ പണി നിന്റെയൊക്കെ? കയറി വണ്ടി കയറി വണ്ടി കയറി. ഉലകേ മായം വാഴ്വേ മായം നിലയേതു നാം കാണു സുഖമേ മായം. എന്തായി കാരണത്തിൽ ഇങ്ങനെ വിട്ടാ പോരാ, തിന്ന് എടുക്കണം. ചീട്ടുണ്ടാവില്ല അതില്. ഞാൻ എടുത്തില്ല അല്ലേ? ഇല്ല. വിട്ടോളൂ. സത്യ ഈ മുറുക്കൊന്നും പറ്റില്ല. നീ കുറച്ച് മീൻചാറെടുത്താ. മീൻചാറെടുക്കാൻ ഞാൻ എങ്ങനെ ഓട് വിളിച്ചിട്ടാണോ അത്? നിന്നോട് ഞാൻ വന്നപ്പോഴെന്താ പറഞ്ഞത്? മണ്ട് പുറത്ത് പോയതാണ്, അവള് വാതിൽ കൂട്ടിയിട്ടാണ് പോയത് എന്നൊക്കെ പറഞ്ഞില്ലേ? അണക്കെന്ത് പണിയില്ലെന്ന് അറിയില്ല, പിന്നെ അവളിത് പൂട്ടിപ്പോണ്ട ആവശ്യം എന്താ? എടാ, അവള് ബിവറേജ് വരുന്നതിനെതിരെ സമരം ചെയ്യാൻ വേണ്ടി നാട്ടില് പെണ്ണുങ്ങളെ കൂട്ടാൻ പോയതാണ്. ഇനിയിപ്പോ പെണ്ണുങ്ങള് സമരം ചെയ്ത് കഴിഞ്ഞാണല്ലോ ബിവറേജ് ഒക്കെ അങ്ങോട്ട് ഒലിച്ചു പോവും. നീ എന്ത് കൂളായിട്ട് ഈ പറഞ്ഞ? അണക്ക് അവളോട് പോണ്ടായിരുന്നൂടെ? നടക്കില്ല. അതിന് പ്രതിഷേധം എന്നുള്ള നിലക്കാണ് നിന്നോട് ഞാൻ രാവിലെ സാധനമായിട്ട് വരാൻ പറഞ്ഞത്. ഈ രാവിലെ സാധനമായിട്ട് വരാൻ പറഞ്ഞ കിട്ടുവോ? എന്താട്ടത്? 9:30 മണിയല്ലേ വിവറേജ് കൊടുക്കാൻ. പണ്ടാണെങ്കിൽ 9:30 മണിക്ക് പോയാൽ കുളപ്പുള്ളി വിവറേജ് കിട്ടിയിരുന്നു. അപ്പൊ അത് പൂട്ടിയില്ലേ? ഇന്ന് കുളപ്പുള്ളി എന്ന് നോക്ക്, അവിടെ ഹർത്താൽ പോലെ. കൊപ്പത്ത് ബിവറേജും പൂട്ടിടാ. കൊപ്പത്തെ ബിവറേജ് പൂട്ടിയോട് കൂടി എത്ര ആൾക്കാരാ പട്ടിണിയായത്? എന്നോട് വാക്ക് പറഞ്ഞില്ലെങ്കിലും ഞാൻ നേരെ ചെറുപ്പുളശ്ശേരിക്കാ വിട്ടു. ക്യൂ കണ്ടു കഴിഞ്ഞാണല്ലോ രാത്രി 9 മണിയല്ല, അവിടുന്ന് വരാൻ പറ്റില്ല. എത്ര ക്യൂ? പിന്നെ തോറ്റു കൊടുക്കാൻ പറ്റില്ലല്ലോ. അവിടുന്ന് വെച്ചടിച്ചു പത്തിരിപ്പാലക്ക്. പത്തിരി ഇറച്ചി മതി, കോഴി ഇറച്ചി. പത്തിരിയല്ല, പത്തിരിപ്പാല. പത്തിരിപ്പാലകാര്. പത്തിരിപ്പലകല്ല, പത്തിരിപ്പാല ബിവറേജ്. അവിടെ ചെന്നപ്പോ ഇതിലും പരാതിരക്ക്. പക്ഷെ അവിടെ ഒരു ഗുണമുണ്ട് കേട്ടോ. അവിടെ ഒരു 5-8 പേരെ വാങ്ങി കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ഒരാൾക്കൊരു 100-150 കൊടുത്താൽ നമുക്ക് അപ്പൊ വാങ്ങിത്തരും. സത്യത്തിൽ സർക്കാർ ചെയ്യണുണ്ടല്ലോ, ഒരു രാജ്യത്തെ ജനങ്ങളെ മുഴുവനെ പണിയില്ലാത്ത ആൾക്കാരാക്കി മാറ്റുക. ചാവാറങ്ങിയിരിക്കാ പട എങ്ങോട്ടാ? അതെ, സർക്കാർ ചെയ്തത് എന്തറിയോ? ഒരു രാജ്യത്തെ ജനങ്ങളെ മുഴുവനെ ഒരു പണിക്കും വിടാതെ നിഷ്ക്രിയരാക്കി. നമ്മൾ എന്നൊരു 2 എണ്ണം അടിച്ച് കടന്നുറങ്ങുന്ന കുടിയന്മാർക്ക് രാവിലെ 8 മണിക്ക് പോയാൽ രാത്രി 6 മണി കഴിഞ്ഞാൽ ഇതേമാതിരി ഒരു സാധനം കിട്ടുള്ളൂ. അധിക പൈസയും കൊടുക്കണം. ഇങ്ങനെ സാധാരണ ജനങ്ങളെ നശിപ്പിക്കുന്ന ഒരു സർക്കാരിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജീവിതം ഒരു ഗാനം, അതിമോഹനം മധുപാനം. സുന്ദരാഗിമാരെ നിങ്ങൾക്ക് സുമേഷ് ചേട്ടനെ കുറച്ച് ഓവറായി ഒരാളുടെ ആവശ്യമുണ്ട്. ബാബാ വന്നിരിക്കും. വന്ന് ഇപ്പം പെരയും ബാറാക്കിയോ? അതിനെവിടെ ബാറും ബീവറേജ് ഒക്കെ സർക്കാർ പൂട്ടിയില്ലേ? കൂട്ടിയ സർക്കാരിനെ നമ്മൾ അഭിനന്ദിക്കുകയാണ്. അഭിനന്ദിക്ക മനുഷ്യൻ പ്രാന്ത. നിങ്ങളാണ് ഇവരെ മുഴുവൻ പടക്കാക്കണം കേട്ടോ. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് പെരയിലെ ഗ്രഹനാഥന്മാരെ നിങ്ങൾക്ക് പെര നോക്കണ്ടോ? എടാ, ഇത് എന്റെ വീട്, എന്റെ പൈസ, എന്റെ മദ്യം, എന്റെ സുഹൃത്തുക്കള്. ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യും, ഇഷ്ടമുള്ളത് ചെയ്യും. അത് ചോദിക്കാൻ നീ ആരാ? ഞാൻ ആരാന്നോ? സത്യം ഞാൻ എന്റെ അയൽവാസിയല്ലേ മൊയ്തു.
നീ എന്തിന് ഇവിടെ വന്നു? ഞാന് മണ്ടു ഇങ്ങോട്ട് വരാൻ പറഞ്ഞു എന്നോട്. ആര്? മണ്ടു എന്റെ പെണ്ണുങ്ങള്. എന്തിന്? ഒക്കെ എന്നോട് എന്തോന്ന് പറയാണ്ടെന്ന് പറഞ്ഞു. സത്യ ആണുങ്ങളില്ലേ നമ്മൾ സാധാരണ സംസാരിക്കാറ്. ആണുങ്ങളില്ലാത്ത സമയത്ത് ഈ പെണ്ണുങ്ങളുള്ളപ്പോ എന്തിനാ കയറി വന്ന്? നമ്മള് മാന്യനായിട്ട് ജീവിക്കുന്ന ഒരാളാ ഞാൻ. മാന്യനായി ജീവിക്കുന്ന ഒരാളെന്തിനാണ് ഞങ്ങൾ കള്ളുടിക്കണടുത്ത് വരേണ്ട ആവശ്യം? അത് ഇതന്നെ ഞാൻ പറഞ്ഞത്. എങ്ങനെ കണ്ടോ ഓന്റെ ബോണ്ടായി നോക്ക്. എങ്ങനെയെങ്കിലും ഈ സാധനം കുടിക്കണത്? ഇത് കുടിച്ചിട്ട് ഇങ്ങനെ ഇളിച്ചേട്ടൻ എന്തിനെങ്കിലും ഒരു സാധനം തൊട്ട് നക്കൽ ഇത്ര ബുദ്ധിമുട്ട് ഇത് കുടിക്കണോ? സത്യ ആ വിഷമം എന്താവുന്ന അവനെ അറിയിക്കണം. അവനോട് വിളിച്ചാ ആരെ വിളിക്കണേ? ഇത് കഴിച്ചോക്ക. ഞമ്മളോ മുണ്ടില്ലാതെ നീ ഇവിടുന്ന് പോണോ? അതേ തുള്ളി കുടിച്ചിട്ട് അല്ല നമുക്ക് അറിയാൻ സത്യം. അല്ല മണ്ടുനെ കണ്ട മണ്ടു. നിങ്ങൾ എന്തിനാ കാണിച്ചോണ്ടിരിക്കണേ? നിങ്ങൾ ഇവരെ കൂടെ കൂടിയോ? നമ്മള് കഴിച്ചില്ല പോണോ? നമ്മളിവര് കഴിപ്പിക്കാൻ നോക്കിയാണ്. നിങ്ങളോട് ഞാൻ എന്തിനാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? നീ എന്തിനു വരോട് വരാൻ പറഞ്ഞത്? അതെ, ബിവറേജിനെതിരെയുള്ള സമരത്തിന് എന്റെ കൂടെ നിക്കണോന്ന് പറയാൻ. അത് പറയാനാ? നിങ്ങൾ എന്റെ വൃത്തിയുടെ ഈ ഉമ്മർത്ത് കാണിച്ചോണ്ടിരിക്കണേ. കള്ളുടിക്കണം. പിന്നെ കള്ളുടിക്കണം. ആരാ കള്ളുടിക്കണെന്നൊക്കെ കണ്ടാ എനിക്ക് മനസ്സിലാവും. എണീറ്റേ, എല്ലാരും എണീറ്റേ ഇവിടുന്ന്. അല്ല സത്യശീലെങ്കിലും വരാൻ പറഞ്ഞപ്പോ നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ നടക്കോ? അല്ല അതല്ല സത്യശീല എണീറ്റ് പോവാൻ ഇവിടുന്ന്. പോവാലോ? വീടിന്റെ ഉമ്മർത്ത് എന്ത് വൃത്തിയുടെ ആവാന്നാണ്. എടുത്തോണ്ട് പോവിടുന്ന്. എണീറ്റ് പോവാൻ. പറഞ്ഞു കേട്ടില്ലേ? അപ്പഴും പറഞ്ഞ കുടുംബത്തിരുന്ന് കഴിക്കാൻ. കുടുംബത്തിൽ കഴിക്കാനായിട്ട് നിങ്ങൾ ഇത് എന്ത് ഭാവിച്ചോണ്ടാണ്? ഇതുകൊണ്ടാ പോയതൊക്കെ ഞാൻ വീട് പൂട്ടിട്ടിട്ട് പോയത്. അല്ല മണ്ടു എന്നോട് എന്തിരിക്കും വരാൻ പറഞ്ഞു? അതെ, ഒപ്പ് ശേഖരണമൊക്കെ കഴിഞ്ഞു. നാളെ എക്സൈസ് കമ്മീഷണറെ കാണണം. മൊയ്തൊക്കെ എന്റെ കൂടെ ഒന്ന് വരണം. നമ്മൾ വരൂ. അല്ല ഇവരുടെ അഹങ്കാരമൊക്കെ ഒന്ന് തീർത്തു കൊടുക്കണമല്ലോ. ജോനെടുത്ത് എങ്ങനെ അകത്തേക്ക് അടുത്ത് സുവർ അവിടെ കിടക്കട്ടെ. അത് തന്നെ നല്ലത്. പുറത്ത് കിടന്നാ മതി. ഇനി വീടിന്റെ അകത്തേക്ക് എങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ വല്ല ബോധം ഉണ്ടോ? ഒരു ബോധവും ഇല്ല. മാറങ്ങോട്ട്. ഇയാളെന്താ മോങ്ങണത്? അതെ മന്മഥൻ സാറേ. സത്യേട്ടൻ എന്താ വിളിച്ച സാറിന്ന്? ഇനി എന്നെ അങ്ങനെ വിളിക്കരുത്. കഷ്ടകാലത്തിന് എനിക്കൊരു ബാർ ഉണ്ടായിപ്പോയി എന്ന് പറഞ്ഞ് എന്നെ സാറിന്ന് വിളിച്ച് അധിക്ഷേപിക്കരുത്. അതല്ല ഞങ്ങളൊക്കെ പാവങ്ങളല്ലേ മുതലാളി. എന്താണ് സുഖതേട്ടാ, നിങ്ങളെയൊക്കെ ഞാനൊരു അന്യനായിട്ട് കണ്ടിട്ടില്ല. എന്റെ സ്വന്തം ഏട്ടന്മാരെ പോലെ കണ്ടിട്ടില്ല. എന്റെ ബാറിൽ വന്ന് നിങ്ങളിരുന്ന് കഴിക്കുമല്ലോ. ഞാനിങ്ങനെ കൺകുളിർക്കെ കണ്ടു നിന്നിട്ടുണ്ട്. എന്റെ കുടുംബത്തിലെ എന്റെ സ്വന്തം ഏട്ടന്മാരിരുന്ന് കഴിക്കണ പോലെ. എന്തൊരു ഒരുമയാ നിങ്ങൾക്ക്. അല്ല മന്മഥ ഞങ്ങൾക്കിപ്പോ ഈ സാധനം വാങ്ങി തന്നിട്ട് ഞങ്ങളിത് ഇങ്ങനെ കഴിക്കുക, മന്മഥ ഇങ്ങനെ നോക്കിയിരിക്കുക, എന്താ കാര്യം? അതെന്താ പറയത്ത്? അത് പറയടാ. ഏട്ടന്മാർക്ക് അറിയാലോ, കഴിഞ്ഞ 18 വർഷമായി ഞാനിവിടെ മന്മദാസ് എന്ന് പറഞ്ഞ് ഈ ബാറ് തുടങ്ങിയിട്ട്. അങ്ങനെ നടത്തിക്കൊണ്ടിരുന്നപ്പോ ആണ് ബാറുകളുടെ നിലവാരം പോരാ, നിലവാരം കൂട്ടണമെന്ന് പറഞ്ഞ് ഉത്തരവിറക്കിയത്. ആരിറക്കി? സർക്കാർ. അങ്ങനെ ആ ഉത്തരവിന്റെ പ്രകാരം ഞാൻ എന്ത് ചെയ്തു, ഇല്ലാത്ത കാശ് മുടക്കി എന്റെ ബാറ് ഞാൻ ഗംഭീരമായിട്ട് പണിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോ ബാറ് പൂട്ടണമെന്ന് പറഞ്ഞ് അടുത്ത ഉത്തരവിറക്കി. ആരിറക്കി? സർക്കാർ. അങ്ങനെ അത് പാടില്ല, ബീർ പാർലറേ പാടുള്ളൂ എന്ന് പറഞ്ഞപ്പോ ഞാൻ അങ്ങനെ ബീർ പാർലർ വലിയ കുഴപ്പമില്ലാതെ നടത്തിക്കൊണ്ടുവരായിരുന്നു. അതെ അതെ. അപ്പോഴേക്കും അടുത്ത ഉത്തരവിറക്കി. ആരിറക്കി? സർക്കാർ. എന്തുത്തരവ്? ഹൈവേയിൽ നിന്ന് 500 മീറ്റർ മാറിയേ ബീർ പാർലർ പാടുള്ളൂ എന്ന്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഹൈവേയുടെ സൈഡിലുള്ള എന്റെ ഫ്രണ്ട് ഗേറ്റ് ഉണ്ടല്ലോ ബീർ പാർലറിന്റെ, അത് ഞാൻ അങ്ങ് പൂട്ടി. നന്നായി. എന്നിട്ട് ഞാൻ എന്തോ ചെയ്തു, എന്റെ ബാറിന്റെ പുറകുവശത്തൊരു ഗേറ്റ് ഉണ്ടാക്കി. അപ്പൊ അത് നമ്മുടെ ഹൈവേന്ന് ഇങ്ങനെ ചുറ്റി ചുറ്റി തിരിഞ്ഞു വരുമ്പോ ഒരു 530 മീറ്റർ ഉണ്ട്. നന്നായി. അപ്പം ബീർ പാർലർ തുറക്കട്ടെ, നമുക്ക് ഒറ്റ കൈക്ക് ബീർ അടിക്കാലോ. അടിക്കാതെ അങ്ങനെ ഒരു കുഴപ്പമില്ല, അത് അരിമേടിച്ച് ജീവിച്ചു പോയാലോ എന്ന് കരുതിയപ്പോ ഒരു കൂട്ടം പെണ്ണുങ്ങൾ എനിക്കെതിരെ സമരം ചെയ്തു തുടങ്ങി. അതായത് പെണ്ണുങ്ങള്? അതെ,
എന്റെ ഏട്ടന്മാരുടെ ഭാര്യമാര്. മന്മൻ സാർക്ക് തെറ്റിയത് അതല്ല. അവര് ബീർ പാർലർ പൂട്ടാനല്ല സമരം ചെയ്ത്. അവര് സമരം ചെയ്തു തുടങ്ങിയത് ബീവറേജ് പൂട്ടിക്കാനാ. പക്ഷെ ഇപ്പൊ എന്റെ ബീർ പാർലറും കൂടെ പൂട്ടണമെന്ന് പറഞ്ഞിട്ടാ സമരം ചെയ്യണേ. അതെങ്ങനെ സമ്മതിക്കുക? അത് സമ്മതിക്കാൻ പാടില്ല. ബീർ പാർലർ പൂട്ടണമെന്ന് പറഞ്ഞ് സമരം ചെയ്യാൻ എന്റെ ഭാര്യ എങ്ങാനും മുന്നിലിറങ്ങിയ അവളുടെ മുട്ടേറി ഞാൻ തല്ലി കൊടുക്കുക. മണ്ടിന്റെ തലയുടെ മുകളിൽ കഴുത്തുണ്ട്. സത്യമാണല്ലോ. സത്യം സത്യം. സുമേഷ് ഏട്ടൻ ഭാര്യ എന്ത് ചെയ്യും? അതിന് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവളെ കൊന്ന് ഞാൻ ജയിലിലേക്ക് പോയാ. നല്ല ഇരിക്കട്ടാ. മന്മ മുരളി, സോറി മന്മത. എന്താ ഏട്ടാ? ഈ ബീവറേജ് ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തുറന്നുന്നതിന് പൂട്ടിക്കാൻ പെണ്ണുങ്ങൾ പ്രശ്നം ഉണ്ടാക്കുമ്പോ അത് തുറക്കാൻ വേണ്ടിട്ട് ഇപ്പൊ എന്താ ചെയ്യാ? ഇതിപ്പോ പൂട്ടിക്കാനായിട്ട് ഏട്ടന്മാരുടെ ഭാര്യമാരെല്ലാം കൂടെ ഒത്തുകൂടി സംഘടന ഉണ്ടാക്കിയില്ലേ? അപ്പൊ അതുപോലെ ഇത് തുറപ്പിക്കാനായിട്ട് ഏട്ടന്മാരെല്ലാം കൂടെ ഒത്തുകൂടി ഒരു സംഘടന ഉണ്ടാക്കണം. എങ്ങനെ? എന്ത് സംഘടന? കള്ളുടിയന്മാരൊക്കെ പാടെ കൂടി സംഘടന ഉണ്ടായി കഴിഞ്ഞാ അതിനാരെങ്കിലും സപ്പോർട്ട് ചെയ്യോടാ വങ്കം മന്മത. വിടുവായെന്നും പറയണോ? അതെ സത്യേട്ടാ, നമ്മുടെ കേരളത്തിലിപ്പോ ഏറ്റവും കൂടുതലുള്ളത് ആരാ? കുടിയന്മാരാ. അത് സത്യം, അത് സത്യം. നിങ്ങൾ എല്ലാരും കൂടി ഒത്തുകൂടി സംഘടിച്ചാലുണ്ടല്ലോ കേരളത്തിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറും. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ നിങ്ങളൊക്കെ പിന്നെ ആരാ? മന്ത്രിയാവാം, MLA ആവാം, ഭരണം വരെ നിങ്ങളുടെ കയ്യിലാവൂലേ? MLA സുഗതൻ, MLA സത്യശീലൻ, ഞാൻ നിങ്ങൾ മന്ത്രി. ഏട്ടന്മാരെ വിശ്വസിച്ച് ഈ അനിയൻ അങ്ങോട്ട് പോവുകയാണ്. അതിനെ സന്തോഷമായിട്ട് വയ്ക്കോ. കാര്യങ്ങളൊക്കെ ഉഷാറാക്കുമല്ലോ. കാര്യങ്ങളൊക്കെ വഴിയുടെ കാര്യം ഒരു പ്രശ്നമില്ല. സോറി ഒരു കാര്യം പറയാൻ പറഞ്ഞു. ഒരെണ്ണം ഒഴിക്കട്ടെ. ഏട്ടന്മാരൊപ്പം ഇരുന്ന് കഴിക്കാൻ ഈ അനിയനായിട്ടില്ല. മമ്മതിനെ വിളിച്ചു പോണേ. മൊട്ടത്തനെ നീ കൊറേ കുടിച്ചിട്ടുണ്ട്. ഇതെന്താ ഈ കാണിക്കണേ? എന്തെനിക്ക് അയാൾ ചോദിച്ചൂടെ എനിക്ക് സിഗരറ്റ് പറഞ്ഞ ചുണ്ടും ചെറിയായിട്ട് മാത്രം പോന്നേക്കുക. നേരെ കുടിക്കണത്.